ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആംസ് വർക്കൗട്ടാണ്. സോ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമായിരിക്കും നല്ലൊരു സ്ട്രക്ചേർഡ് ഫ്രെയിം ആയിട്ടുള്ള നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. സോ അതിന് വേണ്ടുന്നത് 3 മസിൽസിന് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡേഴ്സ്, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ലെഗ്സ്, മൂന്നാമത്തെ സാധനം നമ്മുടെ ആംസാണ്. എല്ലാവർക്കും അറിയാം, ആംസ് കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർ ചോദിക്കും അല്ലേ. സോ ഇത് എൻറ്റയർലി ഫോർ ദ ബിഗിനേഴ്സാണ്. സാധാരണ ഞാൻ ആംസ് സെപ്പറേറ്റഡ് ചെയ്യാറില്ല, പക്ഷേ ഇന്ന് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് ആംസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടും. സോ മെയിനായിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബൈസെപ്സിനേക്കാളും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ട്രൈസെപ്സിലാണ്. കാരണം നമ്മുടെ ബൈസെപ്സിനേക്കാളും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ആംസിൽ ട്രൈസെപ്സാണ്. സോ അതുകൊണ്ട് ഇത് വേണം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. പിന്നെ അതും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വർക്കൗട്ട്സ് ആയിരിക്കും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ നമ്മൾ മൊത്തത്തിൽ മിക്സ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ബൈസെപ്സ് വേരിയേഷൻ, പിന്നെ ഒരു ട്രൈസെപ്സ് വേരിയേഷൻ, അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. സോ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മ്യൂസിക് തുടങ്ങുന്നതിനും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് പോകാം. ഫസ്റ്റ് ഒരു ബൈസെപ്സ് വേരിയേഷൻ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ പുള്ളപ്സിനകത്ത് നമുക്ക് ബൈസെപ്സ് വേരിയേഷൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേരിയേഷൻ എനിക്കിഷ്ടപ്പെട്ടത് സോ നിങ്ങൾ വിചാരിക്കും അത് ബാക്കിനാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, പക്ഷേ അങ്ങനെയല്ല. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നിങ്ങളുടെ കൈ ഞാൻ തിരിച്ചാണ് പിടിക്കുന്നത്. നമ്മൾ സാധാരണ ചിന്ന പെയ്യുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കുന്നത്, പക്ഷേ ഞാൻ തിരിച്ചാണ് പിടിച്ചത്. അപ്പം നമ്മൾ കൂടുതൽ ഡോമിനേറ്റ് ആവുന്നത് നമ്മുടെ ബൈസെപ്സാണ്. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക, ഞാൻ ഒരു സെറ്റ് അടിച്ചുള്ളൂ, പക്ഷേ എൻ്റെ ബൈസെപ്സ് ഓൾറെഡി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ ചെറിയ വർക്കൗട്ട്സ് ഉണ്ട്. ഇത് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ജിമ്മിൽ പോകണമെന്നില്ല. സോ അത് ഞാൻ 2 സെറ്റും കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത വേരിയേഷനിലോട്ട് പോകും. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് വേരിയേഷൻ സ്റ്റാർട്ട് ആവുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബൈസെപ്സ് കൾസാണ്, പക്ഷേ മെഷീനൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ നല്ല അടിപൊളി ഒരു പമ്പ് കിട്ടും. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ എൻ്റെ കൈ ടാൻ ആയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട, മസിൽസിൻ്റെ പമ്പ് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 25 kg. ഓക്കെ, കുറച്ചും കൂടി അടുത്തോട്ട് നിൽക്കുക. പിന്നെ നമ്മുടെ കൈക്ക് എപ്പോഴാണോ പെയിൻ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ വേണം കൗണ്ട് സ്റ്റാർട്ടാക്കാൻ. റെഡി? 1 2 3 4 5 6 7 8 9 10. ഒറ്റ സെറ്റിൽ തന്നെ ബൈസെപ്സ് പമ്പായി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? സോ ഇതേ സെയിം സാധനം ഇനി ഒരു 2 സെറ്റും കൂടി ചെയ്യണം. നമുക്ക് 2 സെറ്റും കൂടി ചെയ്യുമ്പോഴത്തേക്ക് സെറ്റായിരിക്കും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഡോമിനേറ്റിംഗ് ആംസാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ബൈസെപ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതൽ ഡോമിനേറ്റ് ആണ് നിങ്ങളുടെ ട്രൈസെപ്സ് ആണത്. എൻ്റെ കയ്യിലും കൂടുതൽ മസിൽസ് ഡോമിനേറ്റ് ചെയ്യുന്ന ട്രൈസെപ്സ്. പക്ഷേ നമ്മളിങ്ങനെ കവർ ചെയ്യുന്ന സമയത്ത് ഹ്യൂജായിട്ട് തോന്നണം. നല്ലൊരു ഫുൾ ആംസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ബൈസെപ്സിനേക്കാളും നിങ്ങൾ ട്രൈസെപ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ കളിക്കുക. ബൈസെപ്സ് വിടരുത്, പക്ഷേ ബൈസെപ്സിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ട്രൈസെപ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഹ്യൂജായിട്ടുള്ള ആംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഷോൾഡറാണ് നിങ്ങൾക്ക് വേണ്ടത്. എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 81 kg ആണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മസിൽ മാസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് ബൾക്കിൽ. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് ഇറക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ സ്ട്രൈഷൻസ് കുറച്ചൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
പിന്നെ ഇത് നോക്കണ്ട, ഇത് ഞാനിപ്പം ജോലിക്ക് പോകുന്ന വഴിക്ക് സൺബേൺ ആയതാണ്. ഏകദേശം നല്ല രീതിയിൽ ടാൻ ആയിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ ഒന്ന് റിമൂവ് ചെയ്യണം. അതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്യാവശ്യം ഞാൻ ഒരു ദിവസം സൺസ്ക്രീൻ ഇല്ലാതെ പോയപ്പോൾ സൺസ്ക്രീൻ ഇടാതെ പോയി കിട്ടിയ പണിയാണത്. സോ ഇതെന്തായാലും ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ വെയിറ്റ് കൂട്ടാൻ പോവുക. 40 kg, നേരത്തെ 25 ആയിരുന്നു. ഡയറക്റ്റ് ഡബിൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ട് പോകുന്നത്. നോക്കണം, Seven, 8, 9. അപ്പം രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞ് പമ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വേറൊരു വേരിയേഷൻ ഉണ്ട്. അത് സിംഗിൾ ഹാൻഡാണ് കളിക്കുന്നത്. അത് രണ്ട് സൈഡും കിട്ടിയാലേ ചെയ്യാൻ പറ്റുമോ. അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 2 സെറ്റ് ഞാൻ ചെയ്തു. ഇനി ഒരു സെറ്റും കൂടി ചെയ്യും. ഇവിടെ ക്ലീനിങ് നടക്കുന്നത്, അതുകൊണ്ട് വാക്യൂം ക്ലീനറിൻ്റെ സൗണ്ട് ആയി കേൾക്കുന്നത്. അല്ലെങ്കിലും അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് അവർ മ്യൂസിക് ഇടും, അതിലേക്ക് വാക്യൂം ക്ലീനർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടും. നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു ഹ്യൂജ് ആംസാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ബൈസെപ്സ് വലുതായിട്ട് തോന്നും. പക്ഷേ നിവർത്തിയൊക്കെ എൻ്റെ ബൈസെപ്സിനേക്കാളും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന ട്രൈസെപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഷോൾഡർ, ഒരു വൈഡായിട്ടുള്ള ബാക്ക്, അത് നിങ്ങളുടെ ഒരു വി ടേപ്പ് ഷേപ്പ് വരും. കണ്ട, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലൊരു ലോവർ ബോഡിയും കൂടെ വേണം. അപ്പം ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ഷോൾഡേഴ്സ് നല്ല ഇതായിരിക്കണം, വേസ്റ്റ് നല്ല വി കട്ട് ഉണ്ടായിരിക്കണം, ട്രൈസെപ്സ് നല്ല രീതിയിൽ സ്ട്രയേഷൻസ് ഉണ്ടായിരിക്കണം. എൻ്റെ ട്രൈസെപ്സ് വലുതാണ്, പക്ഷേ ട്രയേഷൻസ് വരുന്ന രീതിയിലായിട്ടില്ല. കണ്ട, വലുതാണ്, കണ്ട, ഷോൾഡറൊക്കെ അത്യാവശ്യം ബ്രോഡായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മസിൽ മാസ് അത്യാവശ്യം നേരത്തേക്കാളും കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഇറക്കണം. ബാക്കും നമുക്ക് ബാക്ക് ഇപ്രാവശ്യം ഞാൻ കുറച്ചും കൂടി വൈഡ് ആക്കുന്ന രീതിയിലാണ് ഇപ്രാവശ്യം ഓഫീസിൽ ട്രെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്തൊരു സീസൺ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെൻസ് ഫിസിക്കിനകത്ത് കുറച്ചും കൂടി സ്കോപ്പ് ഉണ്ടാകാൻ ആ ഒരു ഹ്യൂജ് വി ടൈപ്പോട് വേണം. അപ്പോൾ എൻ്റെ ലോവർ സൈഡ് മിഡ് സെക്ഷൻ കുറച്ച് വീക്കാണ്. അപ്പം അപ്പർ സെക്ഷൻ കുറച്ചും കൂടി ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഷോൾഡർ ഞാൻ ഇപ്പോൾ അടിച്ചത് പോലില്ല, പക്ഷേ ആ ഒരു ഷോൾഡറിൻ്റെ റൗണ്ട്നെസ് ഉള്ളതുകൊണ്ട് ഡോമിനേറ്റ് ചെയ്തിരിക്കും. അപ്പം ബൈസെപ്സിൻ്റെ ഒരു വേരിയേഷൻ കണ്ടല്ലോ. ഇനി ഇതേ മെഷീനിൽ ട്രൈസെപ്സിൻ്റെ ഒരു വേരിയേഷൻ കാണാം. നേരെ മേളോട്ടിടാം. ഓക്കെ, സെയിം വെയിറ്റ് അല്ല, 30-35 സെയിം സാധനം. ഒരുപാട് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യണ്ട, നേരെ നിൽക്കുക. ഈ ആം പിച്ച് ടൈറ്റ് ചെയ്തിട്ട് എൽബോസ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വെക്കുക. ചില ആൾക്കാർ ചെയ്യുന്നത് ഇങ്ങനെ, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഇനി കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ എടുക്കുന്ന പൊസിഷനില്ലേ, ആ എടുക്കുന്ന പൊസിഷനിൽ മാക്സിമം സ്ട്രെച്ച്ഡ് ആയിരിക്കും. ആ പൊസിഷൻ തന്നെ കുറച്ചും താത്താൽ മതി. അവിടെ വെക്കുക, ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ തന്നെ എൻ്റെ ട്രൈസെപ്സ് കണ്ടോ, ആ ടാനായി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ട്രൈസെപ്സ് കുറച്ചുകൂടി എടുത്തറിയാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വെയിറ്റിൻ്റെ ആവശ്യമില്ല. ലൈറ്റ് വെയിറ്റിൽ മാക്സിമം റെപ്പറ്റീഷൻ, മാക്സിമം ഫോമിൽ. ഒരു ടെക്നിക്കലാണ് കാര്യം. ട്രൈസെപ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് വെയിറ്റിൻ്റെ ആവശ്യമില്ല, ടെക്നിക്കലാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു പാട്ട് നല്ല പമ്പായിരിക്കുന്നുണ്ട്. അപ്പം അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആം പിച്ചും ടൈറ്റ്
അങ്ങനെ ആ ഒരു വേരിയേഷനും ഫെയിലിയർ വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം ട്രൈസെപ്സ് നല്ല കൈ പമ്പായിക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള വേരിയേഷൻ കൂടി ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ എന്നറിയത്തില്ല. അതുകൊണ്ടാ. അപ്പോൾ ഇനി അടുത്തത് ബൈസെപ്സ് വേരിയേഷനാണ്. അത് നമ്മൾ കേബിളിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും കൂടി കിട്ടണം. അതും കൂടി കിട്ടി നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വേരിയേഷൻ ചെയ്യുമ്പം കേബിള് നമ്മളൊരു മുട്ടിൻ്റെ ലെവലിൽ വെക്കുക. ഓക്കെ, ഇത് സാധാരണ ചെയ്യാറില്ല ആൾക്കാരും. മുട്ടിൻ്റെ ലെവൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 18 ആണ്. എന്നിട്ട് ഒരു 15 kgs മതി, ഒരുപാട് ചെയ്യണ്ട. ഇതാണ് പൊസിഷൻ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ ഹോൾഡ്. ഏറ്റവും സ്ട്രെച്ച്ഡ് പൊസിഷൻ ഇതാ, ഏറ്റവും കോൺട്രാക്റ്റഡ് പൊസിഷൻ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് നമ്മൾ ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ മസിലിൻ്റെ മെച്യൂരിറ്റി കറക്റ്റല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം മസിൽസ് ടയർ ആയി പോകും. അതുകൊണ്ട് തന്നെ ഏത് മസിൽസ് ഗ്രൂപ്പിൽ നിങ്ങൾ ട്രെയിൻ ചെയ്താലും കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. ഒരുപാട് ഹെവി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇഞ്ചുറി ആവാനുള്ള ചാൻസ് കൂടുതല. സോ അതാണ് നമ്മുടെ ബൈസെപ്സിൻ്റെ സെക്കൻഡ് വേരിയേഷൻ. ഇപ്പോൾ ആ ഒരു ഷോൾഡറും കൂടി പമ്പായപ്പോഴത്തേക്ക് എന്താ. ഇപ്പോൾ നമ്മുടെ ബൈസെപ്സിന് മെയിനായിട്ട് 3 മസിൽസാണ് ഉള്ളത്. ലോങ് ഹെഡ്, ഷോർട്ട് ഹെഡ്, പിന്നെ ഇടയ്ക്കൊരു മസിലുണ്ട് ബ്രാക്കിയാലിസ് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മുടെ മസിൽസ് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സൈസ് വലുത് തോന്നത്തില്ലേ, അത് ബ്രാക്കിയാലിസ് മസിൽസ് ഡെവലപ്പായാൽ മാത്രമേ അത് തോന്നിക്കത്തുള്ളൂ. അപ്പം നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പം ഇവിടെ നിന്ന് തള്ളി നിൽക്കത്തില്ലേ, അത് ട്രൈസെപ്സ്. ഇതല്ല ഞാൻ പറയുന്നത്, ഇതിനകത്തൊരെണ്ണം ഉണ്ട്, അതാണ് ബ്രാക്കിയാലിസ് മസിൽ എന്ന് പറയുന്നത്. അത് നമ്മൾ മെയിനായിട്ട് ഈ വർക്കൗട്ടൊന്നും ചെയ്യുമ്പം അത്ര എഫക്റ്റീവായിട്ട് വരത്തില്ല. പക്ഷേ ഈ ഒരു വേരിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിഗ്സാഗ് ബാർ എടുക്കുക. സിഗ്സാഗ് ബാറിൽ ഒരു ഈ പൊസിഷൻ ഒരുപാട് വൈഡും അല്ല ഒരുപാട് ക്ലോസും അല്ല, തിരിച്ച് പിടിക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി പിടിക്കുക. അപ്പോൾ നമ്മുടെ ഫോർ ആംസ് നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കും. ഇവിടുന്ന് ആംപിറ്റ്സ് അകത്തായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അപ്പ് ഡൗൺ. ഇത് കൈ കറക്കി പിടിക്കണ്ട, ഒരു ഹോൾഡ് പിടിച്ചാൽ മതി. 1 2 3 4 5 6 7 8 9 10 13 14 15. പിന്നെ ചില ആൾക്കാർ പറയും ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഇത് ബ്രേക്കിയലിസിന് പിടിക്കത്തില്ല. നമുക്ക് ചെയ്യുന്ന എല്ലാം ശരിയാണെന്നും പറയാൻ പറ്റത്തില്ല, ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നും പറയുന്നില്ല. അത് ചില ആൾക്കാർക്ക് വർക്കൗട്ടാവും, ചില ആൾക്കാർക്ക് വർക്കൗട്ട് ആകത്തില്ല. അപ്പം എല്ലാവരും തിയറി പഠിച്ചിട്ട് പ്രാക്ടിക്കൽ എക്സാമിന് പോയി കഴിഞ്ഞാൽ ചിലപ്പം അത് വർക്കൗട്ട് ആവില്ല. പ്രാക്ടിക്കലി നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് തന്നെ വേണം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ പ്രാക്ടിക്കലി യൂസായിട്ട് എനിക്ക് വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ല, നിങ്ങളിത് ചെയ്യണ്ട. വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. സോ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ട്രൈസെപ്സിനാണ് അടുത്ത വേരിയേഷൻ കൊടുക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്, എല്ലാവരും ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുന്ന കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് മസിൽസ് വരുന്നോ ഇല്ല എന്നുള്ളത്. സോ ഡംബൽ എക്സ്റ്റൻഷൻ വളരെ ബേസിക് ആയിട്ടുള്ള വർക്കൗട്ടാണ്, പക്ഷേ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ. ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രോപ്പറായിട്ടുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ തലയുടെ സെയിം പാരലൽ ലൈനിൽ കൈ വെക്കുക.
ഇല്ലെന്നുണ്ടെങ്കിൽ കഴുത്ത് നേരെ വെച്ചിട്ട് കുറച്ചൊന്ന് ലീൻ ചെയ്താലും മതി. അതാണ് പൊസിഷൻ. അവിടെ ഹോൾഡ് ചെയ്യുക. മാക്സിമം സ്ട്രെച്ച് ഇവിടം വരെ എനിക്ക് സ്ട്രെച്ച് ആവും. സോ എനിക്ക് മൊബിലിറ്റി ഉള്ളതുകൊണ്ട് എൻ്റെ ഈ ഷോൾഡർ വരെ എനിക്ക് സ്ട്രെച്ച് ആവും. മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്യുക. ഒരുപാട് ഇങ്ങോട്ട് പോകരുത്. ഇത് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് അത് പാടാണെന്നുണ്ടെങ്കിൽ ഈ 2 ഫിംഗർ കൊണ്ട് ഈ റിസ്റ്റ് മാത്രം ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സിമ്പിളായിട്ടുള്ള കാര്യം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇത് ഭയങ്കര ഈസിയാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേരിയേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേ സെയിം സാധനം നമുക്ക് കേബിളിനകത്ത് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സെയിം സാധനം കേബിളിനകത്ത് ചെയ്യാം. നമ്മുടെ ചെസ്റ്റിൻ്റെ ലെവലിൽ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിൽക്കുക, വെയിറ്റ് കുറച്ചിടുക. ഒരു പ്ലേറ്റ് 2 പ്ലേറ്റ് ഇങ്ങോട്ട് ചേർന്ന് നിൽക്കുക. ഇതാണ് പൊസിഷൻ. ഇവിടുന്ന് ടൈറ്റ്. നിങ്ങൾക്ക് മറ്റേത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റ് ഇതിനകത്ത് മനസ്സിലാവും. പക്ഷെ പൊസിഷൻ കറക്റ്റായിരിക്കണം. ഇപ്പോൾ ഞാൻ സാധാരണ ഇവിടെ ചെയ്യാറ്, ഇങ്ങനെ ചെയ്താൽ നിൽക്കാറ്. അപ്പോൾ കറക്റ്റ് എൻ്റെ ബാക്കിൽ വരും. ഷോൾഡർ ലൂസാക്കിയിട്ട് കണ്ട. എനിക്കൊന്ന് ഈ കയ്യിൽ ചെയ്യുന്നത് കുറച്ചും കൂടി മനസ്സിലാവും. കണ്ടോ, ഇതാണ് ഷേപ്പ്. കറക്റ്റ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരണം. മാക്സിമം സ്ട്രെച്ച് ചെയ്താലേ ഇവിടെ നമുക്ക് മാക്സിമം ട്രൈസെപ്സ് സ്ട്രെച്ചായി നിൽക്കത്തുള്ളൂ. സ്ട്രെയിറ്റായിട്ട് പോക്കുക. അപ്പോൾ ഇവിടെ മാക്സിമം കോൺട്രാക്ഷൻ കിട്ടും. 1. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് വെച്ചിട്ട് ഇത് അനങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമെന്നുണ്ടെങ്കിൽ ബാക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ അനങ്ങത്തില്ല. 3, 4, 5, 6, 7, 8, 9, 10, 11, 12. എല്ലാം ഫെയിലിയർ, മാക്സിമം ഫെയിലിയർ ചെയ്യുന്ന രീതിയിൽ അടിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യാതെ ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് എനിക്ക് കിട്ടുന്ന ഏതൊക്കെ വർക്കൗട്ടാണോ അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. സോ ഇതിനകത്ത് തന്നെ ഒരു വർക്കൗട്ടും കൂടി ചെയ്യാം. നമ്മൾ കിക്ക് ബാക്ക് ചെയ്യത്തില്ലേ, ആ കിക്ക് ബാക്ക് ഇതിനകത്ത് ചെയ്യാം. ഞാൻ നമ്മളെ കാണിച്ചു തരാം. കറക്റ്റ് ഒരു ചെസ്റ്റിന് കുറച്ച് താഴെ ഹിപ്പ് പൊസിഷൻ. കാരണം നമ്മളിങ്ങനെ ലീൻ ചെയ്തിട്ട് കൈ ഇവിടെ ഫിക്സ് ചെയ്യുക. കൈ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഫിക്സ് ചെയ്യുക. നിങ്ങളുടെ ബാക്കും ടൈറ്റ് ചെയ്യുക, ആംപിറ്റ്സ് ടൈറ്റ് ചെയ്യുക. ഇവിടുന്ന് സ്റ്റാർട്ടിങ് പൊസിഷൻ, ഇവിടെ നിന്നല്ല, ഇവിടാണ് സ്റ്റാർട്ടിങ് പൊസിഷൻ. ഇവിടുന്ന് ഹോൾഡ് 2. ഇത് സൂപ്പർ സെറ്റാണ് ഞാൻ ചെയ്യുന്നത്. മറ്റേതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. 2, 3, 4, 5, 6, 7, 8, 9. പുകഞ്ഞു തുടങ്ങി ഗൈസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 5 മണിയായ സമയം. അവരുടെ അടുത്ത് 4:30 പാട്ടിട്ടെന്ന് പറഞ്ഞാൽ പാട്ടിട്ട്, പക്ഷേ അവർ സൗണ്ട് കുറച്ച് വെച്ചേക്കുന്നത്. താങ്ക്സ് ടു ദ ജിം ഓണേഴ്സ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ. ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം മാക്സിമം കോപ്പിറൈറ്റ് ഇല്ലാത്ത വീഡിയോ പാട്ട് ഇടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ സൗണ്ട് കുറച്ചിട്ടേക്കുന്നത്. താങ്ക്സ്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഒരുപാട് അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. അപ്പം ഇത് ഒരു സെറ്റും കൂടി ചെയ്യണം. ഇത് ഫെയിലിയർ ആട്ടോ. ഇത് ഞാൻ മാക്സിമം ഫെയിലിയർ വരെ പോകും. 1, 2, 3, 4, 5, 6, 7,
8, 10 അടിച്ചു മാറ്റി. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടും. ഇവിടെ 10 അടിക്കും, പിന്നെയും അപ്പുറത്തോട്ട് 10 അടിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7. 4, 5, 6, 7. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. Oh man. സോ അടുത്ത വർക്കൗട്ട് നമ്മളൊരു ഐസൊലേഷൻ വേരിയേഷൻ കൂടി കൊടുക്കുക. അതായത് പ്രീ ചെക്കുകൾ മെഷീൻ ഉണ്ടെങ്കിൽ മെഷീൻ ചെയ്യുക, ഫ്രീ വെയിറ്റ് ഉണ്ടെങ്കിൽ ഫ്രീ വെയിറ്റ് ചെയ്യുക. സോ ഇത് നമുക്ക് ഒരു സ്ഥലത്തു നിന്നുള്ള മൂവ്മെൻ്റ് ആയതുകൊണ്ടാണ് ഇതൊരു ഐസൊലേഷൻ വർക്കൗട്ട് എന്ന് പറയുന്നത്. വെയിറ്റ് ഇതിനകത്ത് ഇടാൻ നിൽക്കണ്ട, കാരണം ഒരു പോയിൻ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് മസിൽസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്റ്റാർട്ടിങ് പൊസിഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, എൻഡിങ് പൊസിഷൻ ഒരുപാട് താഴെ വെക്കണ്ട, ഇവിടെ തന്നെ വെക്കുക. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു കോൺസെൻട്രേറ്റ്. ഇതിൻ്റെ ഹൈറ്റ് കറക്റ്റല്ല ഈ മെഷീൻ്റെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 25 kgs. ഓക്കെ, ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. മാക്സിമം ഹോൾഡ് ഡൗൺ. ഇത്രയും മതി, ഒരുപാട് താഴെ പോകണ്ട. കാരണം നിങ്ങൾ വെയിറ്റ് ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആയിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ എൻഡിങ്ങിൽ ബൈസെപ്സ് ഒന്ന് ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലമില്ലേ, അത് ഭയങ്കര തിന്നാണ്. അവിടെ നിന്നാണ് ഈ ബൈസെപ്സ് ലെയർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബൈസെപ്സിന് ഒരുപാട് സ്ട്രെങ്ത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വർക്കൗട്ട് ഒരുപാട് വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടേറായി പോകും. അതുകൊണ്ട് ടേറാവാതെ സൂക്ഷിക്കണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 നിർത്തണമെന്നില്ല. 11, 12, 13, 14, 15. എൻ്റെ ബൈസെപ്സ് അത്യാവശ്യം നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പം നമുക്ക് ജസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടാകുന്നത് ഇവിടുന്നാണ്, വേറെ ഒരു പാർട്ടും അനങ്ങുന്നില്ല. അപ്പോൾ നമ്മുടെ ഫുൾ ലോഡ് വരുന്നത് ഈ ബൈസെപ്സിൻ്റെ ഈ ഒരു മസിലിലാണ്. ഇത് ഒരുപാട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എൻഡ് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ബൈസെപ്സ് മസിൽസ് ഭയങ്കര തിന്നായിട്ടായിരുന്നത്. അപ്പോൾ ഈ എൻഡ് എത്തുമ്പോഴത്തേക്ക് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് കൂടുതൽ ഇഞ്ചറീസ് ഉണ്ടാകുന്നത്. ബൈസെപ്സ് ടയർ അറ്റ് ജിം എന്നും പറഞ്ഞ് ഗൂഗിളിലോ യൂട്യൂബിലോ അടിച്ചു നോക്കിയാൽ ഒരുപാട് ടയറാവുന്ന വീഡിയോസ് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് സോ ഫക്കിങ് പെയിൻഫുൾ. അതുകൊണ്ട് വെറുതെ ബൈസെപ്സ് ടയർ വാങ്ങിച്ച് വെക്കണ്ട, നല്ല വേദനയാണ്. ഈ ഒരു ആംഗിളിൽ ഭയങ്കര സ്ട്രെച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരു പ്രോപ്പറായിട്ടുള്ള ആംഗിളല്ല. നമുക്ക് ഇവിടെ തന്നെ ഞാൻ ഇപ്പോൾ പിടിക്കുമ്പോൾ തന്നെ എനിക്കിവിടെ വേദനിക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ഒന്ന് ബെൻഡ് ചെയ്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പിടിച്ചു നോക്കാൻ മനസ്സിലാവും നമ്മുടെ ബൈസെപ്സ് വന്ന് ഇവിടാണ് ജോയിൻ്റ് അയക്കുന്നത്. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കണമെങ്കിൽ അപ്പർ ബോഡി മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ലോവർ ബോഡിയും കൂടെ ഡോമിനേറ്റിംഗ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ എൻ്റെ അപ്പർ ബോഡി ആൻഡ് ലോവർ ബോഡി. ഞാൻ ഈ ഒരു കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ, കാരണം എൻ്റെ ഇപ്പുറത്തെ കാലിൽ മസിലില്ലെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു കാര്യം ഉണ്ടോ, അത് സൂപ്പർ സ്ട്രോങ് ആണ്. ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് കണ്ടോ, റൗണ്ട് ഷോൾഡർ. ഒരു എക്സ്ട്രീം കണ്ടീഷൻ ആയിരിക്കും കേട്ടോ, കാരണം ഇത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഡിപ്സാണ് ചെയ്യാൻ പോകുന്നത്.
അതും ട്രൈസെപ്സിന് വേണ്ടി. ചെസ്റ്റിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് പൊക്കുക. ഇത് ചെസ്റ്റിന് നല്ല രീതിയിൽ എഫക്റ്റ് ആവും. പക്ഷേ ട്രൈസെപ്സിന് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എലിവേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. മാക്സിമം ട്രൈസെപ്സ് അവിടെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. കണ്ട. പക്ഷേ ഇത് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അസിസ്റ്റഡായിട്ട് വെയിറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഷീനകത്ത് നമുക്കൊരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനം വരുമല്ലോ. അപ്പോൾ ഇതിടുക. ഇതിടുക. സെയിം പൊസിഷനിൽ കാല് വെക്കുക. നിങ്ങളുടെ ബോഡി വെയ്റ്റിൻ്റെ ഒരു 5 കിലോ കുറച്ച് അതിനകത്തിടുക. മാക്സിമം ഇവിടെ ഹോൾഡ് ചെയ്യുക. അപ്പ് അപ്പ്. ഓക്കെ. പിന്നെ ഞാനീ ചെയ്യുന്ന വേരിയേഷൻസ് മാത്രമാണ് കറക്റ്റ്, ബാക്കിയെല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പഴയ ഓൾഡ് സ്കൂളായിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഡംബൽസ് വെച്ചിട്ടുള്ള പല വേരിയേഷൻസ് ഉണ്ട്, ഹാമർ കേൾസ് ഉണ്ട്. ഇതെല്ലാം ഞാനും ചെയ്യാറുണ്ട്. പക്ഷേ ഞാനൊരു ഡെയിലി ബേസിസിൻ്റെ പേരിൽ ചെയ്യാറില്ല. എനിക്ക് വീക്ക്ലി മൈൻഡ് വരുമ്പോൾ, അതായത് മെഷീൻസ് ഒരുപാട് യൂസ്ഡ് ആണ്, മെഷീൻസ് ഒരുപാട് പേര് ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള സിനാരിയോസിൽ ഞാൻ ഹാമർ കേൾസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മെയിൻലി മെഷീൻസിൽ തന്നെ ചെയ്യുന്നത്. കാരണം എനിക്ക് ആ ഒരു സ്വിങ്ങിങ് ഇല്ലാതെ മാക്സിമം കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യേണ്ടത് എന്താ, മെയിനായിട്ട് നമ്മുടെ ഫിസിക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പം ടൈം വേസ്റ്റ് ചെയ്യാതെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തുള്ള വർക്കൗട്ട്സ് കൂടുതൽ മെഷീൻസിൽ തന്നെ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഞാൻ മെഷീൻസിൽ തന്നെയാണ് ചെയ്യുന്നത്. ഡംബൽ വേരിയേഷൻസ് ഞാൻ വളരെ മിനിമലായിട്ട് വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. ചെയ്യേണ്ടെന്നല്ല, ഫ്രീ വെയ്റ്റ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വിങ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം മെഷീൻസിൽ തന്നെ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മസിൽ സ്ട്രെങ്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ വെയ്റ്റിലോട്ട് എടുക്കും. പിന്നെ ഇത് കൂടാതെ ഒരുപാട് വർക്കൗട്ട്സ് ഉണ്ട്. എല്ലാം കൂടി ഒറ്റ വീഡിയോക്കകത്ത് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ, അടുത്ത വീഡിയോക്കകത്ത് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ വർക്കൗട്ട് ഇത്രയേ ഉള്ളൂ, തീർന്ന്. ഇനി ആ ഡിപ്സ് 2 സെറ്റും കൂടി അടിച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് തീരും. അപ്പോൾ എന്തായാലും എൻ്റെ ആംസ് ഡേ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ബൈസെപ്സ് അല്ല ട്രൈസെപ്സ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആംസ് വലുതായിട്ട് തോന്നത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കറണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് 81 kg ആണ്. 81 kgയിൽ അത്യാവശ്യം നല്ല മസ്കുലറായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ഈ ടാനിങ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ. അപ്പം 81 kgയിൽ അത്യാവശ്യം നല്ല മസ്കുലറായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാറ്റ് ഒരുപാട് ഇടാതെ ലീൻ ബൾക്ക് ചെയ്യാൻ നോക്കുക. ഇതിനു മുമ്പ് എനിക്കും പറ്റിയിട്ടുള്ള അബദ്ധമാണ്. ഞാനും ഒരുപാട് ഫാറ്റ് കൂട്ടിയിട്ടുണ്ട് ബൾക്ക് ചെയ്യുന്ന സമയത്ത്, ഡേർട്ടി ബൾക്കിങ് ആയിപ്പോവും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കഴിഞ്ഞൊരു കോമ്പറ്റീഷൻ എനിക്കതാണ് പറ്റിയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം കംപ്ലീറ്റ്ലി ഒരു പ്രോപ്പർ ബൾക്കാണ് ഞാൻ ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് 81 kg ഇപ്പോഴും എൻ്റെ ആപ്സ് കുറച്ചൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, വേണ്ട. അപ്പോൾ ഇത് ഞാൻ ഫാറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും. കേജിൽ ഇപ്പോൾ എൻ്റെ ആപ്സ് അത്യാവശ്യം തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ബൾക്ക് അത്യാവശ്യം പ്രോപ്പറായിട്ടുള്ള ലീൻ ബൾക്കാണെന്നാണ് അതിനർത്ഥം. സോ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഫാറ്റ് ഇടാതെ മാക്സിമം ലീൻ ബൾക്ക് തന്നെ ചെയ്യാൻ നോക്കുക. മെയിൻലി മാസ് ഗെയിനേഴ്സ് ഒന്നും വാങ്ങിച്ച് കാശ് കളയരുത്. വെറുതെ മാസ് ഗെയിനേഴ്സ് ഒക്കെ വാങ്ങിച്ച് വെറുതെ പൈസ കളയണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പം കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. അൻറ്റിൽ ദെൻ ബൈ, സ്റ്റേ സ്ട്രോങ്.